فعن عمر بن الخطاب رضي الله عنه قال رسول الله صلى الله عليه وسلم صلاة المرء في بيته نور فنوروا بيوتكم أخرجه ابن أبي شيبة. ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നത് ആ വീട്ടിനത് പ്രകാശമായി തീരുമെന്നാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നമസ്കരിക്കുക എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഹദീസിൻ്റെ വിവക്ഷ വീട്ടിൽ നിന്ന് ഫർദല്ലാത്ത ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നത് നമ്മുടെ വീടിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കും, വീടിനെ പ്രകാശപൂരിതമാക്കി തീർക്കും. വീട്ടിൽ ബർക്കത്തുള്ള ഒരു ഭവനമായിട്ട് നമ്മുടെ വീടുകൾ മാറുമെന്നതാണ്. കാരണം നിരവധി ഹദീസുകൾ വീടുകളിൽ നിന്ന് ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അസ്സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതിക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾ നമസ്കരിക്കുക. ഫഇന്ന അഫ്ദല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ്, കാരണം ഒരു വ്യക്തി വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതാണ് അവൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. ഈ ഒരു കാര്യം വീടുകളിൽ നിന്ന് ഫർദായിട്ടുള്ള നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബായിട്ടുള്ള നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളും മറ്റെല്ലാ ഐച്ഛികമായ നമസ്കാരങ്ങളും വീടുകളിൽ നമസ്കരിക്കുന്നത് ഒരുപാട് ഫവായിദുകൾ നമുക്ക് നൽകുന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅ പിൻപറ്റുക എന്നുള്ളതാണ്. മാത്രമല്ല അതിൽ ഒരുപാട് ഫضലുണ്ട്. അത് മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ, മസ്ജിദുൽ ഹറാമിൽ നമ്മൾ ഒരു ഐച്ഛികമായ നമസ്കാരം നമസ്കരിക്കുന്നതിനേക്കാൾ അവിടെ നമ്മുടെ വീട്ടിൽ നമസ്കരിക്കുന്നതാണ് ഉത്തമം. എത്രത്തോളം ഉലമാക്കൾ വ്യക്തമാക്കിയത്, ഒരു വ്യക്തി കാബയുടെ ഉള്ളിൽ നമസ്കരിക്കുന്നതിനേക്കാളും ഒരു ഐച്ഛികമായിട്ടുള്ള സുന്നത്തായ നമസ്കാരം കാബയുടെ ഉള്ളിൽ നമസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് അയാളുടെ വീട്ടിൽ അത് നമസ്കരിക്കുന്നത്. കാരണം അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ശരീഅത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട്. വീട്ടിൽ അള്ളാഹുവിൻ്റെ ദിക്ർ നിരന്തരമായി ഉണ്ടാവുക എന്നുള്ള കാര്യം, അതിലൂടെ വീടുകളിൽ നിന്ന് പിശാചുക്കൾ അകന്നു പോകുമെന്നത് നിരവധിയായ അസറുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല വീട്ടിലുള്ള പുതിയ തലമുറകൾ, കുട്ടികൾ നമസ്കാരം, ഈ മാതാപിതാക്കളുടെ നമസ്കാരങ്ങൾ കണ്ട് ശീലിക്കുന്നതും പഠിക്കുന്നതും അതിൽ നിന്നുണ്ടായിത്തീരുന്നതാണ്. ഇങ്ങനെ ഒരാൾ നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നമസ്കാരങ്ങളും ഒക്കെ നിരന്തരമായി വീട്ടിൽ നമസ്കരിക്കുകയാണെങ്കിൽ അത് വീട്ടുകാർക്ക്, വീട്ടിലുള്ള കുട്ടികൾക്ക് എല്ലാം അത് അവരെ നിസ്കാരം ശീലിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല വീട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് അവരുടെ നിസ്കാരങ്ങൾക്ക് എന്തുണ്ടാവാറില്ല, പലപ്പോഴും ഒരു സമയബന്ധിതമാകാറില്ല. എന്നാൽ ഒരു പുരുഷന്മാർ അവരുടെ സുന്നത്തായ നമസ്കാരങ്ങൾ, റവാത്തിബുകളും മറ്റ് സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അവരുടെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിത്തീരുമെന്നതാണ്. മാത്രമല്ല ശരീഅത്തിൻ്റെ ഏറ്റവും വലിയ മഖ്സദായിട്ടുള്ള എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുക എന്നുള്ള കാര്യം, മറ്റുള്ളവരാരെയും കാണിക്കാൻ വേണ്ടിയല്ല എന്നുള്ളൊരു കാര്യം, അത് വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടായിത്തീരുന്നത്. അത് റിയാ പോലുള്ള, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ നിർവഹിക്കുന്നതിൽ നിന്നെല്ലാം ഒരുപാട് അതിൽ നിന്ന് മോചനമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലൂടെ ഇങ്ങനെ നിരവധി ഫവായിദുകൾ നമ്മൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കുന്നത് കൊണ്ടുണ്ട്. മാത്രമല്ല അതിൽ മറ്റൊരു വലിയൊരു കാര്യമെന്ന് പറയുന്നത്, അങ്ങനെ പതിവായിട്ട് ഒരാൾ ഐച്ഛിക നമസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിനൊരു പ്രത്യേകമായൊരു സ്ഥലം അതിനു വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. വീട്ടിൽ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനും അവിടെയുള്ള സ്ത്രീകൾക്കുമെല്ലാം നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നിരവധി ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചൊരു കാര്യമാണ് മസ്ജിദുൽ ബൈത്ത്, വീട്ടിലൊരു മസ്ജിദ് ഉണ്ടാകുക, വീട്ടിലൊരു മുസല്ല ഉണ്ടാവുക എന്നുള്ളത്. ആ വിഷയത്തെ സംബന്ധിച്ച് അതിലെ ആദാബുകളെ സംബന്ധിച്ചും എല്ലാം നിരവധി ഹദീസുകളാണ് വന്നിട്ടുള്ളത്. അതും അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും ആ കാര്യം.
അതുകൊണ്ട് ഇക്കാര്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.